പ്രജീഷ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കൺഫർമേഷൻ അനുസരിച്ച്, അത് കോസ്റ്റ് ഗാർഡാണ് ആ കൺഫർമേഷൻ നടത്തിയത്. ആ കൺഫർമേഷൻ അനുസരിച്ച് മറൈൻ ഗ്യാസ് ഓയിലും ലോ സൾഫർ ഫ്യൂവൽ ഓയിലും ഒപ്പം തന്നെ ഹൈ ഡെൻസിറ്റി ഡീസലുമാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത്. അതിന് ചെറിയ തോതിൽ ലീക്കേജുകളും സംഭവിച്ചിട്ടുണ്ട് കടലിൽ വെച്ച്. അപ്പോൾ കടലിൽ അത് പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇന്ധനം കടലിൽ പരന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ പരിസ്ഥിതി പ്രശ്നങ്ങളും ഒപ്പം തന്നെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ ഹാനികരമായ അവസ്ഥയും ഉണ്ടാകും. അത് എന്തൊക്കെയാണ് എന്നുള്ളത് പർട്ടിക്കുലറായിട്ട് നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ശരീരത്ത് പൊള്ളലേൽക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശേഷിയുള്ള ഇന്ധനമാണ് ഇപ്പോൾ കടലിൽ പരന്നിരിക്കുന്നത്. അത് വലിയ തോതിൽ ബാധിക്കുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ തന്നെയാണ്. നിലവിൽ ഈ കടൽ ക്ഷോഭം ഉള്ളതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്കാണ് ഈ ചെറിയ കപ്പലിന്റെ ആ ദൃശ്യങ്ങൾ, വിഴിഞ്ഞത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആ സഞ്ചാരപാതയിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ആ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെ സംബന്ധിച്ചോളം അവരുടെ ജീവൻ അപകടത്തിൽപ്പെടാൻ പാടില്ല, അവരെ രക്ഷപ്പെടുത്തുക എന്ന പ്രയോറിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡൊക്കെ തന്നെ തിരച്ചിലും നിർവീര്യമാക്കാനുള്ള ഈ രാസവസ്തുക്കളിലേക്ക് സാന്നിധ്യം എത്രത്തോളമുണ്ട്, എത്രത്തോളം അളവിൽ ഇത് കടലിൽ പതിക്കപ്പെട്ടിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വടക്കൻ കേരളത്തിലേക്കാണ് ഇതിന്റെ പോക്ക് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതല്ല കേരള തീരത്ത് നിന്നും തന്നെ പിന്മാറാൻ അല്ലെങ്കിൽ മാറിപ്പോകാനുള്ള സാധ്യതയൊക്കെ തന്നെ തള്ളിക്കളയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യമായിട്ട് ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി 112 വീണ്ടും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. 112 ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായി കടലിൽ പോകുന്ന ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ, ആർക്കെങ്കിലും ഇത്തരം അറിവുകൾ ലഭിക്കുകയോ ആരെങ്കിലും ദൃശ്യമായത് ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണം. ഇത് സ്പ്രെഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിനാശകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ട്. അത് ശാസ്ത്രീയമായും രാസപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അത് സൂചിപ്പിക്കുന്നതാണ്. വളരെ കുറഞ്ഞ അളവിൽ എന്നാണ് വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ ഒപ്പം മറൈൻ ഗ്യാസ് ഓയിൽ, ഈ രണ്ട് വസ്തുക്കളാണ്, രാസവസ്തുക്കളാണ് പതിഞ്ഞിരിക്കുന്നത്. 9 കണ്ടെയ്നറുകൾ പതിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അനന്തനിലേക്ക് വീണ്ടും പോകുന്നു. അനന്തൻ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആശങ്കയുടെ നിമിഷങ്ങളാണോ അതല്ല നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിലേക്കാണോ കാര്യങ്ങൾ ഉള്ളത്? നേരത്തെ നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥിരീകരണം അനുസരിച്ച് ശേഖർ കുര്യാക്കോസിന്റെ ഒരു ഒഫീഷ്യൽ വേർഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഇത് വടക്കൻ കേരളത്തിലേക്ക് ഇതിന്റെ ദിശ ഒഴുക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം, പിന്നീട് മറ്റുള്ള സാധ്യതകൾ, ഈ രണ്ട് രാസവസ്തുക്കളുടെ ശേഷി, ഹാനികരമായ അവസ്ഥ, ഇതൊക്കെ പ്രേക്ഷകരെ കുറച്ചുകൂടി മനസ്സിലാക്കി നൽകിയാൽ അനന്തൻ. പ്രജീഷ്, നമുക്കിപ്പോൾ ഈ കപ്പലിന്റെ നിലവിലുള്ള സ്ഥിതി, കടലിൽ ഏത് ഭാഗത്താണ് ആ കപ്പൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള ട്രാക്കർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമാകും. നമുക്ക് ഈ കാണുന്ന ഈ ദൃശ്യം, ഒരു വട്ടത്തിൽ കാണുന്ന ഭാഗം, ഈ ചുവന്ന അടയാളവും ആരോയുമുള്ള ഭാഗത്ത്, അവിടെയാണ് ഈ കപ്പൽ ഇപ്പോൾ ഉള്ളത്. നോക്കൂ, നമ്മുടെ ആലപ്പുഴ കൊച്ചി തീരദേശത്ത് നിന്ന് കുറച്ച് മാറി കടലിലാണ്. അതായത് 38 നോട്ടിക്കൽ മൈൽ കൊച്ചിയിൽ നിന്നുണ്ട് എന്നുള്ളതാണ് ഈ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൻ്റെ ഒരു റൂട്ട് നോക്കിയാൽ ഇതാണ് അതിൻ്റെ സഞ്ചാരപഥം. അതായത് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് യാത്ര ചെയ്ത് അത് കൊച്ചിയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് പോയി ഈ നമ്മുടെ കൊച്ചി തീരത്ത് അല്ലെങ്കിൽ നമ്മുടെ അറബിക്കടലിൽ നമ്മുടെ തീരത്തിന് സമീപം വെച്ച് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് ആ കപ്പൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത്. അതിൻ്റെ സഞ്ചാരപഥമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ കടലിൽ ഇവിടെ വിഴിഞ്ഞത്ത് നിന്ന് ഇന്നലെ പുറപ്പെട്ട ഈ കപ്പൽ ഇന്ന് വൈകുന്നേരം 4:30 കൊച്ചി തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. പക്ഷേ 1:30 ഈ കപ്പലിൽ നിന്ന് ഈ അപകടത്തിൽപ്പെട്ടു എന്നുള്ള സന്ദേശം നമ്മുടെ കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്താണ് കപ്പൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തു വലിയ അപകടമാണ് കപ്പലിന് സംഭവിച്ചത് എന്നുള്ളത്. ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായും ചരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ആ കപ്പലുള്ളത്. അതിൽ നിന്നാണ് ഈ മറൈൻ ഗ്യാസ് ഓയിലും ഹൈ ഡെൻസിറ്റി ഡീസലും ഒക്കെയുള്ള കണ്ടെയ്നറുകൾ കടലിലേക്ക് പോയിരിക്കുന്നത്. ആ കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ കപ്പലിൽ നിന്ന് അപായ മുന്നറിയിപ്പുകൾ കോസ്റ്റ് ഗാർഡിന് ലഭിച്ചു. കോസ്റ്റ് ഗാർഡ് ഉടൻ തന്നെ നമ്മുടെ കടലിലുള്ള നിരന്തരം നമ്മുടെ തീരദേശത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ കൊച്ചിയിൽ നിന്ന് നേരെ ഈ മേഖലയിലേക്ക് കുതിച്ചെത്തി. അതിനൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ എയർക്രാഫ്റ്റുകളും അവിടേക്ക് എത്തി. പിന്നീട് കൂടുതൽ വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിന് ഈ കപ്പലിൽ നിന്ന് ലഭിച്ചു. അതിൽ 9 ജീവനക്കാർ, 24 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 9 ജീവനക്കാർ ആ കപ്പലിൽ നിന്ന് അപകടമുണ്ടായ ഉടൻ തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്.
ബാക്കി 15 ജീവനക്കാരാണ് ഇപ്പോൾ ഈ കപ്പലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യമാണ് കോസ്റ്റ് ഗാർഡ് നടത്തുന്നത്. നിലവിൽ അവർക്ക് വേണ്ടിയുള്ള ലൈഫ് ജാക്കറ്റുകൾ അടക്കം ഈ കപ്പൽ സ്ഥിതി ചെയ്യുന്ന ഈ മേഖല